നിമിഷം കഴിയുന്തോറും അവർ ഈ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് അവരുടെ പ്രിയപ്പെട്ട നേതാവിനെ എന്തായാലും ഇവിടേക്ക് തിരിച്ചു സ്വീകരിക്കുന്ന ജയിൽ മോചിതനാകുന്ന നേതാവിന് സ്വീകരണം ഒരുക്കാനുള്ള ശ്രമത്തിലാണ് ഉള്ളത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംബന്ധിച്ചിടത്തോളം ഒരു നായകൻ, അതായത് കോൺഗ്രസിന് അടുത്ത സമരങ്ങളിൽ ഉയർത്തിക്കാണിക്കാവുന്ന സമരത്തിന്റെ കോൺഗ്രസിന്റെ കുന്തമുന എന്ന നിലയിലേക്ക് മാറുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം നമുക്ക് അറിയാം, രാഹുൽ മാങ്കൂട്ടത്തിൽ സംസ്ഥാന അധ്യക്ഷനായി തെരഞ്ഞെടുത്തതിന് ശേഷം ഒട്ടും ശുഭകരമായിരുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ അധ്യക്ഷ പദവിയിലെ ആദ്യ ദിവസങ്ങളിൽ ഉണ്ടായ വിവാദം. അത് പല വിധത്തിലുള്ള വ്യാജ ID കാർഡ് ഉൾപ്പെടെയുള്ള വിവാദങ്ങളിൽ നിറം കെടുത്തിയ ഒരു തുടക്കമായിരുന്നു രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നത്. മാത്രമല്ല, ഏറെ നാളായി യൂത്ത് കോൺഗ്രസ് എന്ന സംഘടന എവിടെയാണ്, സർക്കാരിനെതിരെ പലവിധ പ്രശ്നങ്ങളുള്ളപ്പോഴും യൂത്ത് കോൺഗ്രസ് സമരരംഗത്തില്ല എന്നുള്ള ആക്ഷേപം കേട്ടതാണ്. ആ ആക്ഷേപത്തിനൊക്കെ മറുപടി എന്നോണം നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ചിരുന്ന സ്ഥലങ്ങളിലൊക്കെയും യൂത്ത് കോൺഗ്രസ് ഓരോരുത്തരോ 2 പേരോ അല്ലെങ്കിൽ ഒരു സംഘടനയായോ ഈ കരിങ്കൊടിയും മറ്റ് പ്രതിഷേധങ്ങളും നടത്തുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ യൂത്ത് കോൺഗ്രസ് ഒരു സമര സംഘടനയായി മാറുന്നത് നമ്മൾ കണ്ടതാണ്. അതിന് തൊട്ടു പിന്നാലെ പിന്നീട് ഒരു സെക്രട്ടേറിയറ്റ് മാർച്ച് അത് ഒരു ദിവസം പൂർണ്ണമായും നീണ്ടു നിൽക്കുന്ന ഒരു സെക്രട്ടേറിയറ്റ് മാർച്ച് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയതാണ്. അത് സമീപകാലത്തെങ്ങും സെക്രട്ടേറിയറ്റിലേക്കോ അതല്ലെങ്കിൽ കേരളത്തിൽ നടന്നൊരു സമരത്തിലൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. ആ ഗേറ്റ് തുറന്ന് പുറത്തേക്ക് വരേണ്ടതുണ്ട്. പക്ഷേ പ്രവർത്തകരുടെ തള്ളിക്കയറ്റം കാരണം ഗേറ്റ് തുറക്കാൻ കഴിയുന്നില്ല. രാഹുലിന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല. പ്രവർത്തകരോട് ശാന്തരാകാൻ നേതാക്കൾ അഭ്യർത്ഥിക്കുന്നുണ്ട്. സലിം മാലിക് വിവരങ്ങളുമായി ചേരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിൽ നിന്ന് പുറത്തേക്ക്. സലിം, കഴിഞ്ഞ 5 മണിക്കൂറിലധികമായി പ്രവർത്തകർ കാത്തിരുന്ന നിമിഷമാണിത്. രാഹുൽ മാങ്കൂട്ടത്തിൽ അവരുടെ പ്രിയപ്പെട്ട നേതാവ്, പ്രിയപ്പെട്ട സംസ്ഥാന അധ്യക്ഷൻ കഴിഞ്ഞ 9 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം ഇതാ ഗേറ്റ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം. സാധാരണഗതിയിൽ ഒരു രാഷ്ട്രീയ നേതാവ് ജയിൽ മോചിതനാവുമ്പോൾ കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും ഗംഭീരമായ ഒരു സ്വീകരണം അവരുടെ സംസ്ഥാന അധ്യക്ഷൻ പ്രവർത്തകർക്ക് ഒരുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നിസ്സംശയം പറയാൻ കഴിയും. ഒരു വലിയ സ്വീകരണം, ഒരു ഹീറോ ഇമേജിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരികെ വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഉറപ്പായും ഇവിടെ നിന്നും ജയിലിലേക്ക് പോകുന്ന ഒരു രാഹുൽ മാങ്കൂട്ടത്തിലല്ല, അതിനേക്കാൾ കരുത്തനായ ഒരു രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചിതാ പുറത്തിറങ്ങുന്നു. അവരുടെ നേതാവിനെ പുഷ്പവൃഷ്ടിയോടുകൂടി പ്രവർത്തകർ
സ്വീകരിക്കുന്ന ഒരു കാഴ്ച. സാധാരണഗതിയിൽ ഒരു സിനിമാ താരത്തിനൊക്കെ കിട്ടുന്ന തരത്തിലുള്ള ഗംഭീരമായ ഒരു സ്വീകരണം രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിക്കുന്നു എന്നുള്ള കാര്യം നിസ്സംശയം പറയാം. ആ നിലയിൽ നേരത്തെ ചില ഇടതുപക്ഷ ചില പ്രവർത്തകർ, ചില നേതാക്കൾ തന്നെ പറഞ്ഞതുപോലെ ഒരു അനാവശ്യമായ ഹീറോ ഇമേജ് രാഹുൽ മാങ്കൂട്ടത്തിന് നൽകി എന്നുള്ളത് അവരുടെ തന്നെ ഒരു ഇടതുപക്ഷത്തിന്റെ വിമർശനമായിരുന്നു. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ നിന്നും പോകുന്നതിനേക്കാൾ കരുത്തനായ ഒരു രാഹുൽ മാങ്കൂട്ടത്തിൽ തിരികെ എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഈ സ്വീകരണം പറയുന്നത്. വലിയ നിലയിൽ കാര്യം 3 മണി മുതൽ ഈ ജാമ്യം കോടതി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യം അംഗീകരിച്ച് ജയിൽ മോചിതനാകുമെന്നുള്ളത് ഉറപ്പായതിനു ശേഷം ഈ സ്ഥലത്തേക്ക്, ഈ പൂജപ്പുരയിലെ ജയിൽ പരിസരത്തേക്ക് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഒന്നൊന്നായി ഒഴുകിയെത്തുന്ന കാഴ്ച കണ്ടതാണ്. അതിനുശേഷം 4 മണിയോടുകൂടി അതൊരു ആൾക്കൂട്ടമായി മാറി. 5 മണിയോടുകൂടി അതൊരു വലിയ ഒരു ജനസഞ്ചയമായി മാറിയതാണ്. ആ ആൾക്കൂട്ടം ആ മണിക്കൂറുകൾ മുതൽ ഇതുവരെയും പിരിഞ്ഞു പോകാതെ കാത്തിരുന്നതാണ്. പിന്നീട് പല സാങ്കേതിക തടസ്സങ്ങളുണ്ടായി, പല പ്രശ്നങ്ങളുണ്ടായി രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം. അത് ഇന്ന് ഒരു പക്ഷേ ജയിൽ മോചിതനാകാൻ കഴിയില്ല എന്നൊരു സാഹചര്യത്തിലേക്ക് ഒരു ഘട്ടത്തിൽ പോയി. ട്രഷറിയിൽ പിഴത്തുക കെട്ടിവെക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിസന്ധി ഉണ്ടായി. പക്ഷേ അതൊക്കെയും മറികടന്ന് നേതാക്കന്മാരൊക്കെ തന്നെ നേരിട്ടിടപെട്ടുകൊണ്ട് അതൊക്കെയും മറികടന്നുള്ളൊരു രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് തന്നെ ജയിൽ മോചിതനാകണമെന്നൊരു വാശി അവരുടെ നേതാക്കൾക്കുണ്ടായിരുന്നു. ആ വാശി വിജയിക്കുന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ 9 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം പുറത്തേക്ക് ഇറങ്ങുന്നു. പ്രിയപ്പെട്ട നേതാവിന് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരുടെ ആവേശകരമായ സ്വീകരണം, മുദ്രാവാക്യമുഖരിതമായ ഒരു അന്തരീക്ഷത്തിൽ പുഷ്പവൃഷ്ടിയോടെ പടക്കം പൊട്ടിച്ച് അങ്ങനെ പരമാവധി ആഘോഷത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഉജ്ജ്വലമായ ഒരു സ്വീകരണം, ഊഷ്മളമായ ഒരു സ്വീകരണം ലഭിക്കുന്നു എന്നുള്ളത് നിസ്സംശയം പറയാൻ കഴിയും. ഒരു പക്ഷേ പോലീസും ആഭ്യന്തര വകുപ്പും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തതിനെ ഓർത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിൽ മോചിതനായിരിക്കുന്നു. പ്രവർത്തകരുടെ വലിയ ആവേശം, മുദ്രാവാക്യം വിളികൾ, പുഷ്പവൃഷ്ടി. ഇതിനിടയിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ജയിലിന് പുറത്തേക്ക്. അല്പസമയത്തിനകം പ്രതികരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഷഫീദ് റാവുത്തർ കൂടി ചേരുന്നുണ്ട്. ഷഫീദ്, ഉന്മേഷ, യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ രാഷ്ട്രീയ വിജയമായി ഈ ഒരു ജാമ്യം, അതിനുശേഷമുള്ള സ്വീകരണം അടക്കമുള്ള കാര്യങ്ങൾ ആഘോഷിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, രാഹുൽ മാങ്കൂട്ടത്തിനെ ജീപ്പിന് മുകളിലേക്ക് കയറ്റുന്നു. അതിനുശേഷം പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുകയാണ്. അതായത് സമരം ചെയ്തിട്ടില്ല, ജയിലിൽ കിടന്നിട്ടില്ല എന്നുള്ള കുറ്റപ്പെടുത്തൽ അത് ഈ ശത്രുപക്ഷത്ത് നിന്നും, അതായത് എതിർപക്ഷത്ത് നിന്നും, അതേപോലെ തന്നെ കോൺഗ്രസിലേക്ക് നിന്ന് പരോക്ഷമായും കൂടി നേടിവാങ്ങിയിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ഒരു സമരത്തിന്റെ പേരിൽ, അതായത് സംസ്ഥാന അധ്യക്ഷനായി ചുമതല ഏറ്റെടുത്ത ശേഷം സംസ്ഥാന കമ്മിറ്റി നടത്തിയ ആദ്യ സമരത്തിന് ശേഷം, അല്ലെങ്കിൽ ആദ്യ രാഷ്ട്രീയ സമരം, അത് മുഖ്യമന്ത്രിയുടെ വരെ മുട്ടിടിപ്പിച്ചുവെന്ന് കോൺഗ്രസിന് വിലയിരുത്തലുണ്ട്. ആ സമരത്തിന് ശേഷം പൂജപ്പുര ജയിലിൽ നിന്ന് ജയിൽ മോചിതനായി അദ്ദേഹത്തെ ജീപ്പിന് മുകളിലേക്ക് കയറ്റി. ആ ജീപ്പിന് മുകളിൽ നിന്നും അദ്ദേഹം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുന്നതാണ് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. പുഷ്പവൃഷ്ടി അടക്കമുള്ള കാര്യങ്ങളുമായി ഈ പ്രവർത്തകർ രാഹുൽ മാങ്കൂട്ടത്തിനെ സ്വീകരിക്കുന്നു. വലിയ രാഷ്ട്രീയ വിഷയമായി ഇക്കാര്യം മാറുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത രീതി, അതിന്റെ നാടകീയത, മാത്രമല്ല രാഷ്ട്രീയ വൈര്യം മുഖ്യമന്ത്രി നേരിട്ട് തീർക്കുന്നു എന്നുള്ള കുറ്റപ്പെടുത്തലടക്കം പ്രതിപക്ഷം ആവർത്തിച്ചുന്നയിച്ച സാഹചര്യം. ജനുവരി 9-ാം തീയതി മുതൽ യൂത്ത് കോൺഗ്രസ് ആരംഭിച്ച സമാനതകളില്ലാത്ത സമരരീതി, അതടക്കം നമ്മൾ കണ്ടതാണ്. ആ സമരത്തിനൊടുവിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ അതാ ജയിലിന് പുറത്തേക്ക് വരുന്നു. വലിയ സ്വീകരണം, അത് പൂജപ്പുര ജില്ലാ ജയിലിന് മുൻപിൽ, പൂജപ്പുര സെൻട്രൽ ജയിലിന് മുൻപിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഏറ്റുവാങ്ങേണ്ടി വരുന്നു എന്നുള്ളത് കോൺഗ്രസിനുള്ളിൽ പോലും വലിയ തരത്തിൽ ആക്ഷേപമായി ഉയർന്നു വന്ന ഒരു സംഭവത്തിന് ഒരു ലോക്കിടുകയാണ്. അല്ലെങ്കിൽ അതിനെ പൂർണ്ണമായും അക്കാര്യത്തെ ഖണ്ഡിക്കുന്ന രീതിയിലേക്കുള്ള ഒരു സ്വീകരണം, ഒരു പ്രവർത്തകരുടെ സ്വീകരണം, അത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഏറ്റുവാങ്ങുന്നു എന്നുള്ളത് രാഷ്ട്രീയമായി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉമേഷ്, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേസിന്റെ ആദ്യഘട്ടത്തിൽ പോലും, അതായത് അറസ്റ്റ് അടക്കമുള്ള വിഷയങ്ങളിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയപ്പെടുന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനോട് നീതി കാണിച്ചില്ല. അതല്ലെങ്കിൽ സംസ്ഥാന അധ്യക്ഷനോട് വലിയ തരത്തിലുള്ള അനീതി കാണിച്ചു, അകാരണമായി അറസ്റ്റ് ചെയ്തു. അതിനുമപ്പുറത്തേക്ക് വീട്ടിൽ നിന്ന് മാതാവിന്റെയും ബന്ധുക്കളുടെയും മുൻപിൽ വെച്ച് അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തെ ഭയപ്പെടുത്താനുള്ള രാഷ്ട്രീയ നീക്കം മുഖ്യമന്ത്രിയുടെ ഓഫീസും മുഖ്യമന്ത്രിയും പോലീസും ചേർന്ന് നടത്തിയതടക്കമുള്ള വലിയ വിവാദങ്ങൾ, വലിയ രാഷ്ട്രീയ ആക്ഷേപങ്ങൾ, അതടക്കം കോൺഗ്രസ് മുന്നോട്ട് വെച്ചതാണ്. വലിയ സമരങ്ങൾ കോൺഗ്രസ് നടത്തിയതാണ്. ഒടുവിൽ ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം തുടർച്ചയായി യൂത്ത് കോൺഗ്രസ് ശക്തി കാണിച്ച സമരത്തിന് ശേഷം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിൽ നിന്ന് പുറത്തേക്ക് വരുന്നു, ജയിൽ മോചിതനാകുന്നു. ജാമ്യാവസ്ഥയിൽ ജാമ്യവുമായി ബന്ധപ്പെട്ട ജാമ്യ ഹർജിയിലെ വാദത്തിൽ കോൺഗ്രസിൽ ഈ കോടതിയിൽ വലിയ വാദപ്രതിവാദങ്ങൾ നടന്നതാണ്. പ്രോസിക്യൂഷൻ ശക്തമായി അദ്ദേഹത്തിന്റെ ജാമ്യത്തെ എതിർത്തതാണ്. പക്ഷേ അപ്പോഴും പ്രതിഭാഗം ഉന്നയിച്ച ചില വാദങ്ങളിൽ പരിഗണനാ വിഷയമുണ്ട്, പരിഗണിക്കേണ്ട സാഹചര്യമുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് 2 കോടതികൾ, തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയും CJM കോടതിയും അദ്ദേഹത്തിന് അവശേഷിച്ച 2 കേസുകളിൽ ജാമ്യം നൽകിയത്. അതിനൊടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ രാത്രിയിൽ, അതായത് ഈ 9:30 മണി സമയത്ത് ജയിൽ മോചിതനാകുമ്പോൾ അത് യൂത്ത് കോൺഗ്രസ്
കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് തിരിച്ചു വരുന്നതിനുള്ള ശക്തമായിട്ടുള്ള ഒരു സന്ദേശം കൂടി ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.